നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിൽ എങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാനിലെ അപ്രതിരോധ്യം എന്ന് വാഴ്ത്തപ്പെട്ട ചൈനീസ് നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ലക്ഷ്യം ഭേദിച്ചത്? ചോദ്യങ്ങൾക്ക് വിശദമായ ഉത്തരവുമായി കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണക്കുറിപ്പ്. മെയ്ഡ് ഇൻ ഇന്ത്യ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യൻ നഗരങ്ങളെയും സൈനിക താവളങ്ങളെയും ഉന്നമിട്ട് തൊടുത്തുവിട്ട PL-15 മിസൈലുകളും ബെയ്രക്തർ ഡ്രോണുകളും അടക്കമുള്ള ചൈനീസ് തുർക്കി ആയുധങ്ങളെ നിർവീര്യമാക്കിയത്. ഇന്ത്യയുടെ സൈനിക നടപടിയുടെ കൃത്യത മാത്രമല്ല, സാങ്കേതിക വിദ്യയിലെ സ്വാശ്രയത്വം കൂടി അടിവരയിടുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നും ജാം ചെയ്തും ഇന്ത്യയുടെ മറുപടി കൃത്യവും തന്ത്രപ്രധാനവുമായിരുന്നു. ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ പാകിസ്ഥാൻ നൂർഖാൻ, റഹീം യാർ ഖാൻ വ്യോമതാവളങ്ങൾ അടക്കം സൈനിക താവളങ്ങൾ തദ്ദേശീയ സാങ്കേതിക വിദ്യ പ്രയോഗിച്ച് ആക്രമിച്ചു. ഈ ആക്രമണങ്ങൾ വെറും 23 മിനിറ്റിൽ പൂർത്തിയാക്കി. ഓപ്പറേഷൻ സിന്ദൂറിൽ നിയന്ത്രണ രേഖയോ അന്താരാഷ്ട്ര അതിർത്തിയോ കടക്കാതെയാണ് ലക്ഷ്യങ്ങൾ ഭേദിച്ചത്. ഇന്ത്യക്ക് നഷ്ടങ്ങൾ ഉണ്ടായില്ല. അതേസമയം ഇന്ത്യയുടെ ബഹുതല വ്യോമ പ്രതിരോധ സംവിധാനം പാക് സേനയുടെ ആക്രമണങ്ങളെ വിജയകരമായി ചെറുത്തു. മിസൈലുകളെയും ഡ്രോണുകളെയും നിർവീര്യമാക്കുന്നതിൽ ആകാശ് മിസൈൽ സംവിധാനം തിളങ്ങുന്ന പ്രകടനം കാഴ്ചവെച്ചു. ഇന്ത്യയിൽ വികസിപ്പിച്ച അരുദ്ര, അശ്വിനി റഡാറുകളാണ് ട്രാക്കിങ്ങിനും ഇടപെടലിനുമായി ഉപയോഗിച്ചത്. 360 ഡിഗ്രി നിരീക്ഷണത്തിനായി നേത്ര വ്യോമ മുന്നറിയിപ്പ് നിയന്ത്രണ സംവിധാനങ്ങൾ ഇതാദ്യമായി ഉപയോഗിച്ചു. സർക്കാരിന്റെ തുടർച്ചയായ നിക്ഷേപത്തിലൂടെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ കാലം കൊണ്ടാണ് ഈ സംവിധാനം ചിട്ടപ്പെടുത്തിയെടുത്തത്. പരമ്പരാഗത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ പെച്ചോര മിസൈൽ, ഒസ-AK, LLAD എന്നീ ലോവർ എയർ ഡിഫൻസ് തോക്കുകൾ ഉപയോഗിച്ചുവെന്നും കേന്ദ്രം വ്യക്തമാക്കി. 10 ഉപഗ്രഹങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യം ആസൂത്രണം ചെയ്യാൻ ഉപയോഗിച്ചത്. ചൈനീസ് മിസൈലുകളും തുർക്കി നിർമ്മിത ഡ്രോണുകളും വിവിധ ഇടങ്ങളിൽ നിന്ന് കണ്ടെടുത്തു. ഇക്കൂട്ടത്തിൽ PL-15 എയർ ടു എയർ മിസൈലുകൾ, തുർക്കി നിർമ്മിത UAVകൾ, ദീർഘദൂര റോക്കറ്റുകൾ എന്നിവയുടെ അവശിഷ്ടങ്ങളും കണ്ടെടുത്തു. വിദേശ നിർമ്മിത അത്യാധുനിക ആയുധങ്ങൾ പ്രയോഗിച്ച് മേൽക്കൈ നേടാനുള്ള പാക് ശ്രമം ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇലക്ട്രോണിക് യുദ്ധ ശൃംഖലകളും വിജയകരമായി ചേർത്തതായും കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതേസമയം ഇതിനിടയിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യമായി പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്തയച്ചിരിക്കുകയാണ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലി മുർദാസ ഇന്ത്യയുടെ ജലവിഭവ മന്ത്രാലയ സെക്രട്ടറിക്ക് കത്തെഴുതിയതായി ദേശീയ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തത്. വിഷയം ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറാണെന്നും കത്തിലുണ്ട്. കരാർ മരവിപ്പിച്ച തീരുമാനം രാജ്യത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ഇന്ത്യക്ക് അയച്ച കത്തിൽ പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. പഹൽഗാമിലുണ്ടായ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പിന്നാലെ ഏപ്രിൽ 23-നാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചത്. 1960-ൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ നടപ്പിലാക്കിയ കരാറാണ് ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉപേക്ഷിക്കുന്നതുവരെ കരാർ മരവിപ്പിക്കാനായിരുന്നു ഇന്ത്യയുടെ തീരുമാനം. സിന്ധ് മേഖല മരുഭൂമിയായി മാറുകയാണെന്നും പാകിസ്ഥാൻ കത്തിൽ പറയുന്നു. ജലവിതരണം പുനരാരംഭിച്ചുകൊണ്ട് ഇന്ത്യ കരുണ കാണിക്കണമെന്നും കത്തിൽ പാകിസ്ഥാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. സിന്ധു നദിയിൽ നിന്നും അതിന്റെ പോഷക നദികളിൽ നിന്നുമുള്ള വെള്ളത്തെയാണ് പാകിസ്ഥാൻ കൃഷിക്കും കുടിവെള്ളത്തിനുമായി ആശ്രയിച്ചു വരുന്നത്. ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചാൽ പാകിസ്ഥാൻ കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരും. പാകിസ്ഥാനിലെ പ്രധാന കാർഷിക കേന്ദ്രമായ പഞ്ചാബിലേക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തുന്നതിൽ പ്രധാന പങ്ക് സിന്ധു നദീജല കരാറാണ്. വെള്ളലഭ്യത കുറയുന്ന നിലയുണ്ടായാൽ പഞ്ചാബിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലാകും. സാമ്പത്തിക വെല്ലുവിളികൾ ഇതിനോടകം രൂക്ഷമായ പാകിസ്ഥാനിൽ ഭക്ഷ്യപ്രതിസന്ധി കൂടി ഉണ്ടായാൽ ഭാവി അത്ര സുഖകരമായിരിക്കില്ല എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ.